ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷനെ കുറിച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രൈ ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഫ്രീക്വൻസി ഓഫ് ആൾ ഇമേജ് പ്രസൻറ്റ് ഇൻ ഇമേജ് പിക്സൽ പ്രസൻറ്റ് ഇൻ ഇമേജ് യൂണിഫോംലി. അഥവാ നമ്മളുടെ ഇമേജിലുള്ള എല്ലാ പിക്സൽസിൻ്റെയും ഫ്രീക്വൻസി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം, നമ്മളുടെ ഒരു കറസ്പോണ്ടിങ് ഇമേജിൽ കുറേ പിക്സൽസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ പിക്സൽസും മേ ബി എന്തായിരിക്കും, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലായിരിക്കും. ഗ്രേ ലെവൽ ഇമേജിൻ്റെ കേസിൽ ഓരോ പിക്സൽസും കറസ്പോണ്ടിങ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിലായിരിക്കും ഉണ്ടാവുക. സോ ഈ ഫ്രീക്വൻസീസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് എന്ത്, ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ എന്നുള്ളത്. സോ അത് ആണ് ഒരു രീതിയിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കോൺട്രാസ്റ്റ് എന്നാണല്ലോ നമ്മൾ പറയുക. സോ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതിൽ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ കോൺട്രാസ്റ്റ് ഓഫ് ആൻ ഇമേജ്. ഒരു ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ ഉപയോഗിക്കുന്നത്. ആ ഒരു ഡെഫിനിഷനും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ദെൻ ഇത് നമ്മൾ ഈ ഒരു ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, ഒരു പർട്ടിക്കുലർ ഇമേജ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് PMF, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും, അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ CDF-ഉം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. സോ നമുക്കത് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. താഴെ ടേബിൾ വരുന്നുണ്ട്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, ഫൈൻഡ് ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ ഓഫ് ഗിവൺ ഇമേജ് ഓഫ് 5x5 array size. ദാറ്റ് മീൻസ് ഒരു ഇമേജ് 5x5 മെട്രിക്സ് ഫോമാറ്റിലുള്ള ഒരു ഇമേജ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി ലെവൽ. ഈ ഒരു തന്നിട്ടുള്ള ഇമേജിൻ്റെ കറസ്പോണ്ടിങ് ഇമേജിലെ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി ലെവൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ്. സോ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു മെട്രിക്സ് നോക്കിയിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഏറ്റവും ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 4 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. സോ ഇതിൽ ഹയസ്റ്റ് ഏതാണ്, 5 ആണ്. സോ 5 ആണ് ഇവിടുത്തെ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറിയിലോട്ട് മാറ്റുക. എത്രയാണ് നമുക്കറിയാം, 101 ആണ് 5ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇതിൽ എത്ര ഡിജിറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, 3 ഡിജിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ 5നെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ 3 ബിറ്റ്സ് ആണ് 5നെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത്. സോ ഈ 3 ബിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം കിട്ടുന്ന ഇതാണ് ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇവിടുത്തെ 111 ആണ് അല്ലേ, 3 ബിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം എത്ര കിട്ടും, മാക്സിമം ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി എത്രയാണ് വരിക, 7 ആണ് കിട്ടുക. സോ ഇവിടെ 7 111 എന്നുള്ളതാണല്ലോ 7 ഡിനോട്ട് ചെയ്യുന്നത്. സോ 111 3 ബിറ്റ്സ് 3യും ഓരോന്നും മാക്സിമം എത്രയും 1 ആണ്. സോ 111 കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി 7 ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി ലെവൽ കണ്ടുപിടിക്കുന്നു. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആ ഒരു ഇമേജിൽ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി HI നമ്മൾ കണ്ടുപിടിക്കുന്നു. 7 എന്ന് നമുക്ക് കിട്ടി. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്തതാണ് നമ്മൾ. PMF അതുപോലെ തന്നെ CDF ഒക്കെ എന്ത് ചെയ്തു, ഇവിടെ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. മറ്റത് ഒന്ന് കുറച്ച് എലാബറേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. സോ അത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടും നമുക്ക് ഏതിൻ്റെയും എന്ത് ചെയ്യുന്നു, ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടേബിളിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യുമുലേറ്റീവ് ഫംഗ്ഷനൊക്കെ ഇവിടെ വരുന്നുണ്ട്.
ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഗ്രേ ലെവലാണ്. ഗ്രേ ലെവൽസ് നമുക്കറിയാം, ഗ്രേ ലെവൽസ് ഇവിടെ 7 ആയതുകൊണ്ട് തന്നെ 0 to 7 വരെ ആയിരിക്കും അതിൻ്റെ ഗ്രേ ലെവൽസ് വരുന്നുണ്ടാവുക. 7 ആണ് മാക്സിമം ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി. സോ 7 വരെയാണ് ഉണ്ടാവുക. 0 to 7 വരെ ആയിരിക്കും ഗ്രേ ലെവൽസ് വരുന്നുണ്ടാവുക. ദെൻ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന നമ്പർ ഓഫ് ടൈംസ് ഗ്രേ ലെവൽ ഹാസ് ഒക്കേർഡ്. എത്ര ടൈംസ് ആണ് ആ ഗ്രേ ലെവൽസ് ഓരോന്നും ഒക്കർ ചെയ്തിട്ടുള്ളതാണ്. 0 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേ ലെവൽ ഈ ഇമേജിൽ എവിടെയെങ്കിലും ഒക്കർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 0 ടൈംസ് എന്ന് കൊടുത്തു. 1 എവിടെയും വന്നിട്ടുണ്ടോ ഇതിൽ? ഇല്ല. അതുകൊണ്ട് അതും 0. 2 എവിടെയും വന്നിട്ടുണ്ടോ? ഇല്ല, അതും 0. 3 വന്നിട്ടുണ്ടോ? 3 വന്നിട്ടുണ്ട്. എത്ര ടൈംസ് വന്നിട്ടുണ്ട്? 1 2 3 4 5 6 ടൈംസ് 3 വന്നിട്ടുണ്ട്. സോ 6 ഇവിടെ കൊടുക്കുന്നു. നമ്പർ ഓഫ് ടൈംസ് ഗ്രേ ലെവൽസ് ഹാസ് ഒക്കേർഡ് എന്നാണ് ചോദിച്ചു. സോ 4 എത്ര ടൈംസ് വന്നിട്ടുണ്ട്? 4 നോക്കുന്ന സമയത്ത് 14 തവണ 4 വന്നിട്ടുണ്ട്. 5 നോക്കുന്ന സമയത്ത് 5 ടൈംസ് വന്നിട്ടുണ്ട്. 1 2 3 4 5 5 ടൈംസ്. 6 നോക്കുന്ന സമയത്ത് എത്രയും വന്നിട്ടുണ്ടോ? ഇല്ല. 7 നോക്കുന്ന സമയത്ത് അതും വന്നിട്ടില്ല. സോ 0 എന്ന് കൊടുക്കുന്നു. സോ അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ടൈംസ്, ദാറ്റ് മീൻസ് എത്രയാണ് ഫ്രീക്വൻസിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്, നമുക്കിവിടെ കിട്ടും. എത്ര തവണ എന്ത് ചെയ്യുന്നു ആ ഗ്രേ ലെവൽ വാല്യൂസ് ഒക്കർ ചെയ്തിട്ടുണ്ട്, ഗ്രേ ലെവൽസ് ഒക്കർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി അല്ല എത്ര ടൈംസ് എന്നുള്ളത് കിട്ടാം. സോ നമുക്കിവിടെ കിട്ടി. ദെൻ നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ദാറ്റ് മീൻസ് ഫൈൻഡിങ് റണ്ണിങ് സം എന്നുള്ളതാണ് നമ്മൾ വിളിക്കുക. ഈ ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ്റെ കേസിൽ ഫൈൻഡിങ് റണ്ണിങ് സം എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ മീനിങ് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസീസ് ഉണ്ട്, നമ്പർ ഓഫ് ടൈംസ് ഗ്രേ ലെവൽ ഹാസ് ഒക്കേർഡ് ഉണ്ട്. അതിനെന്ത് ചെയ്യുന്നു? തൊട്ട് നെക്സ്റ്റും ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇവിടെ വരിക. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ എന്ത് ചെയ്യുന്നു? അതേപോലെ ഇറക്കി ചെയ്താൽ ഫൈൻഡിങ് റണ്ണിങ് സം 0 വരും. ഫസ്റ്റത്തെ 0 വേണ്ടത്. ദെൻ ഈ 0യും കൂടി ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇവിടെ വരിക. സോ ഈ 0 + 0 വരും. ഈ 0യും തൊട്ടടുത്ത ഇവിടെയുള്ള 0യും ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ വരും, 0 വരും. പിന്നെ ഈ 0യും തൊട്ടടുത്തുള്ള 6ഉം ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇവിടെ വരിക, 6 വരും. ഈ 6ഉം 14ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ളത് 20 ഇവിടെ വരും. 20യും 5 ആഡ് ചെയ്തിട്ടുള്ള 25 ഇവിടെ വരും. 25ഉം 0 ആഡ് ചെയ്തിട്ടുള്ള 25 ഇവിടെ വരും. 25ഉം 0 ആഡ് ചെയ്തിട്ടുള്ള 25 ഇവിടെ വരും. സോ നമുക്ക് അവിടുത്തെ ഫൈൻഡിങ് റണ്ണിങ് സം ഓരോ ഗ്രേ ലെവൽസിൻ്റെയും കേസിലുള്ള ഫൈൻഡിങ് റണ്ണിങ് സം ഇവിടെ കിട്ടി. ഇത് നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് റണ്ണിങ് സം ആണ്. റണ്ണിങ് സം ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഓഫ് ഇമേജ് ആണ്. എന്താണ് റണ്ണിങ് സം? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള റണ്ണിങ് സം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഓഫ് ഇമേജ്. ടോട്ടൽ എത്രയാണോ പിക്സൽ ഉള്ളത് അതും അതിനോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് നോർമലൈസ് ചെയ്യുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസിനെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസിനെ നോർമലൈസ് ചെയ്യുക. എന്ത് യൂസ് ചെയ്തിട്ട്? അതിൻ്റെ അഗ്രിഗേറ്റ് യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഓഫ് ഇമേജ് എത്രയാണ് നമുക്ക് കിട്ടുക? 25 ആണ് കിട്ടുക അല്ലേ? ദാറ്റ് മീൻസ് അഗ്രിഗേറ്റ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അഗ്രിഗേറ്റ് ഓഫ് എത്ര വരുന്നത്? മാക്സിമം എത്ര? ഇതൊക്കെ പാടെ കൂട്ടിയിട്ടുള്ളത് എത്ര വരുന്നത്? 25 ആണ് വരുന്നത്. സോ അതാണ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ അഗ്രിഗേറ്റ് കൊണ്ടാണ് ഓരോ എന്ത് ചെയ്യേണ്ടത്? റണ്ണിങ് സമ്മുകളെയും ഡിവൈഡ് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ റണ്ണിങ് സം എത്രയാണ്? 0നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 20നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 25ന് 25 25 25 25 ഡിവൈഡ് ബൈ 25 എന്നുള്ള രീതിയിൽ വരും. സോ ഇതാണ് നമ്മൾ റണ്ണിങ് സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഓഫ് ഇമേജ് കണ്ടുപിടിച്ച് കിട്ടുന്ന വാല്യൂ. സോ ഇനി അങ്ങനെ ആ കിട്ടുന്ന വാല്യൂസിന് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി ലെവലായിട്ടുള്ള എന്ത് ചെയ്യേണ്ടതുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ്. സോ 7ഉമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഈ ഓരോ ഡിവൈഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള വാല്യൂസിനെയും 7ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് ഇവിടെ 0/25 ഏത് 0 ഡിവൈഡ് ബൈ ഏത് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 0 ആണ്. സോ 0 ഇവിടെയൊക്കെ 0 വരും. ഇവിടെ 6/25 സംതിങ് കിട്ടും. അതിനെന്ത് ചെയ്യണം? നമ്മൾ 7കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 1.68 കിട്ടും. ഇവിടെയും അതുപോലെ തന്നെ 20 ഡിവൈഡ് ബൈ 25ന് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ കറസ്പോണ്ടിങ് ഇൻറ്റു 7 ചെയ്യുന്ന സമയത്ത് 5.6 കിട്ടും. ഈ ഒരു കേസിലും 25 ഡിവൈഡ് ബൈ 25 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. 1 ഇൻറ്റു ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി ലെവലായിട്ടുള്ള 7 ചെയ്യുന്ന സമയത്ത് നമുക്ക് 7 കിട്ടും. ഇവിടെയും എന്താണ്? 1 കിട്ടും. 1 ഇൻറ്റു 7 7
ഇവിടെയും 1 എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെന്ത് ചെയ്യുക, ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി ലെവൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റണ്ണിങ് സെൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഓഫ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ടിനെ. ദെൻ എന്ത് ചെയ്യണം, ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് റൗണ്ട് ഓഫ് ചെയ്യാന്നുള്ളത്. ദാറ്റ് മീൻസ് ന്യൂ പിക്സൽ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ വെച്ചിട്ട് പുതിയ പിക്സൽസ് കണ്ടുപിടിച്ചു. ദാറ്റ് മീൻസ് അതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നു. തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച സംഭവത്തിനെ റൗണ്ട് ഓഫ് ചെയ്യാണ്. 0 0 0 1.68 ആണെങ്കിൽ എങ്ങോട്ടാണ് റൗണ്ട് ചെയ്യുക, 2 റൗണ്ട് ചെയ്യും. 5.6 ആണെങ്കിലും 6 റൗണ്ട് ചെയ്യും. 7 7 7 എന്നുള്ള രീതിയിൽ നമുക്ക് പുതിയ പിക്സൽ വാല്യൂസ് ഇവിടെ കറസ്പോണ്ടിങ് ഇക്വലൈസേഷൻ വാല്യൂസ് ഇവിടെ കിട്ടി. സോ ഇതാണ്, ഇതോടുകൂടി ആ സെക്കൻഡ് സ്റ്റെപ്പ് അവിടെ കഴിയുകയാണ്. ദെൻ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ആ വാല്യൂസിനൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് എഴുതുകയാണ്. പിക്സൽ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂ ഫ്രീക്വൻസി ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻറ്റൻസിറ്റി ലെവൽ എക്സും അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ വാല്യൂ നമുക്കുണ്ട്. ഇൻറ്റൻസിറ്റി ലെവൽസ് ഏതൊക്കെയാണ്, 0 to 7 വരെ നമുക്കറിയാം. ആ 0 ഒക്കെ എത്ര ടൈംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 0 ആകുന്ന സമയത്ത് എന്താ വരുന്നത്, 0 ആണ്. 1 ആകുന്ന സമയത്ത് 0 ആണ്. 2 ആകുന്ന സമയത്തും 0 ആണ്. ദെൻ 3 ആവുന്ന സമയത്ത് 2 കിട്ടുന്നു. 4 ആകുന്ന സമയത്ത് ഇവിടെ നോക്കാം ലെവൽസ്. 4 ആകുന്ന സമയത്ത് എത്ര കിട്ടുന്നു, 6 കിട്ടുന്നു. 5 ആകുന്ന സമയത്ത് 7, 6 ആകുന്ന സമയത്ത് 7, 8 ആകുന്ന സമയത്തും 7 എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. അത് ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു ബോക്സ് ആക്കിയിട്ട് സെപ്പറേറ്റ് എടുത്ത് എഴുതി. പിക്സൽ വാല്യൂ ലെവൽസും അതുപോലെ തന്നെ ന്യൂ ഫ്രീക്വൻസി എഫും എടുത്ത് എഴുതി. ഇതാണ് ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ വാല്യൂ, പുതിയ ഒരു ഇക്വലൈസേഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ ഇക്വലൈസ്ഡ് മെട്രിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് മാറ്റുക. എന്ത് ചെയ്താൽ മതി, ഈ ഒരു ടേബിൾ വെച്ചിട്ട് എവിടേക്കായിരുന്നു നമ്മളുടെ ഇമേജിൽ 0 വന്നിട്ടുണ്ടായിരുന്നു അവിടെ 0 എന്നാക്കി മാറ്റുക. എവിടെയൊക്കെ 1 വന്നിട്ടുണ്ടായിരുന്നു അവിടെ 0 ആക്കി മാറ്റുക. എവിടെയൊക്കെ 2 വന്നിട്ടുണ്ടായിരുന്നു അവിടെ 0 ആക്കി മാറ്റുക. എവിടെയൊക്കെ 3 വന്നിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ 2 ആക്കി മാറ്റുക. എവിടെയൊക്കെ 4 വന്നിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ 6 ആക്കി മാറ്റുക. ആ രീതിയിൽ ചേഞ്ച് ചെയ്യുക. സോ ഇവിടെ നോക്കുക, നമ്മുടെ ആദ്യത്തെ ഇമേജ് എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്, ഫസ്റ്റ് റോ മൊത്തം 4 ആയിരുന്നു. സോ ഇവിടെ നമ്മൾ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ വാല്യൂ എത്രയാണ്, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 6 ആണ്. സോ നമ്മുടെ പുതിയ ഇക്വലൈസർ മെട്രിക്സിൽ എന്താ വരിക, ഫുള്ള് 6 എന്നുള്ളത്, ഈ റോയിൽ മൊത്തം 6 വരും. ദെൻ ഇവിടെയൊക്കെ എന്താണ്, ഓരോന്നിന് പകരം ഇവിടെ എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, 3 വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ മെട്രിക്സിൽ. ആ 3ക്ക് പകരം ഇവിടെ എന്താ, 3 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2 ആണ്. സോ 2 ഇവിടെ വരും. ഇവിടെ വീണ്ടും 4 ആയിരുന്നു, ആ 4ന് പകരം ഇവിടെ 6 ആയി. ആ രീതിയിൽ ഇവിടെ 5 ആയിരുന്നു, ആ 5ന് പകരം ഇവിടെ 7 ആയി. ആ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട്, ഈ ഒരു സ്റ്റെപ്പ് 3 ടേബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വലൈസ്ഡ് മെട്രിക്സ് ഇവിടെ കണ്ടുപിടിക്കും. സോ ഇത്രയാണ് ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷനിൽ നമുക്ക് പറയാനുള്ളത്. എന്താണ് ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ എന്നും എങ്ങനെ നമുക്ക് ഒരു ഇമേജ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.